ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു കിടിലൻ ബീഫ് ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. അതിനുശേഷം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയ്ക്കായി ഒരു 6 സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ പേസ്റ്റാക്കി വെക്കാം. നമുക്കിനി ഇതിന് ആവശ്യമായിട്ടുള്ള ചോറ് തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചു. അതിലേക്ക് ഉപ്പിട്ടു, ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് വെള്ളം നന്നായി തിളയ്ക്കാൻ വയ്ക്കാം. വെള്ളം നന്നായി വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബിരിയാണി അരി ഊറ്റിയാണ് എടുക്കുന്നത്, വറ്റിച്ചെടുക്കുകയല്ല. ഒരുവിധം ഒന്ന് ചെറിയൊരു വേവ് വന്നതിന് ശേഷം ബിരിയാണി അരി ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ബിരിയാണിക്ക് ആവശ്യമായ രീതിയിലുള്ളൊരു വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഊറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചു. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് കറിവേപ്പില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് കുറച്ച് തൈരും ചേർത്ത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുന്നു. മിക്സ് ചെയ്ത മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം മസാലപ്പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവ ഇത്രയും ചേർത്ത് നന്നായി ആ മിക്സ് തയ്യാറാക്കുന്നു. പിന്നീട് നമ്മുടെ ചോറിലിടാനായിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നമ്മൾ വറുത്ത് കോരാൻ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊക്കെ എല്ലാം നന്നായി കോരി മാറ്റിയതിന് ശേഷം നമുക്കിനി മസാലയിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് മസാലയിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ദമ്മിട്ടെടുക്കണം. അതിനായിട്ട് ചോറ് നന്നായി നിരത്തിയതിന് ശേഷം അതിലേക്ക് വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പിന്നീട് മല്ലിയില എല്ലാം ചേർത്ത് കുറച്ച് നെയ്യും തൂക്കി കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നമുക്കത് ദം ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ കിടിലൻ ബിരിയാണി ഇവിടെ റെഡിയായി.